ഹൈക്കോടതി വിധിയിൽ സന്തുഷ്ടരാണ് മുനമ്പം നിവാസികൾ. കാലങ്ങളായി താമസിക്കുന്ന ഭൂമിയിൽ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടാൻ വിധി സഹായിക്കുമെന്ന് സമരസമിതി അഭിപ്രായപ്പെട്ടു. മുനമ്പത്തെ ഭൂമിയുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം തങ്ങൾക്ക് തന്നെയാണെന്നും എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചു കിട്ടണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പം സമരസമിതി നടത്തുന്ന സമരം മറ്റന്നാൾ ഒരു വർഷത്തിലേക്ക്, അതായത് 365 ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതിനിടെയാണ് ഒരു വർഷം തികയാൻ കേവലം 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇന്ന് ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ഉത്തരവുണ്ടായിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ ആഹ്ലാദവും സന്തോഷവും ഒക്കെയാണ് മുനമ്പം സമരപ്പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരു പോരാട്ടമായിരുന്നു ഞങ്ങൾ നടത്തിയത്. 2022 മുതൽ ഇന്ന് വരെ നടത്തിയ ആ പോരാട്ടത്തിൽ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. നീതി ശരിയായിട്ട് വിജയിച്ചിരിക്കുകയാണ്. 2008 വഖഫ് സംരക്ഷണ വേദിക്കാരാണ് ഞങ്ങളോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചതി ചെയ്തത്. അവരെ ഇല്ലാത്ത കുറേ രേഖകളുണ്ടാക്കി ഇത് വഖഫാണെന്ന് പറയുകയും ആ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. ഈ സമരത്തെ ഒരു വലിയൊരു നിലയിലേക്ക് എത്തിക്കാനുള്ള പങ്കുവഹിച്ച എല്ലാവർക്കും നന്ദി. മാധ്യമങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ്, പോരാടി തന്നെ നേടിയെടുത്തതാണ്. മുഖ്യമന്ത്രി ഞങ്ങളുടെ സമരത്തിൻ്റെ 47-ാം ദിവസം ഇവിടെ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ഞങ്ങൾക്ക് തന്ന ഉറപ്പ് അദ്ദേഹം പാലിച്ചു. ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ 2 വർഷവും 7 മാസവും ഞങ്ങൾ സർക്കാരിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലോ അല്ലെങ്കിൽ ഒരു സമരം കൊണ്ടോ ഞങ്ങൾ സർക്കാരിനെ വേദനിപ്പിച്ചില്ല. നമുക്ക് വേദന എന്ന് പറയുന്ന ആ നല്ലൊരു കമ്മീഷനാണ്. ഞങ്ങളോടുള്ള ദേഷ്യം മുഖാന്തരം അദ്ദേഹത്തിനെ കള്ളക്കേസിൽപ്പെടുത്തി എച്ച് കുര്യൻ സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല. സർക്കാർ കൊടുത്ത അപ്പീൽമേൽ ഞങ്ങൾക്ക് നീതി കിട്ടി. ഈ 610 കുടുംബങ്ങൾ ഇനി ഞങ്ങളുടെ കുടുംബങ്ങൾ നന്നാക്കാം, ഞങ്ങളുടെ ഈ പെൺമക്കളെ കെട്ടിച്ചേക്കാം, ഞങ്ങളുടെ പിള്ളേർക്ക് ഭൂമി എല്ലാം പണയം വെച്ചുകൊണ്ട് പുറത്തോട്ടെല്ലാം പോകാം. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്കിനി ഞങ്ങളുടെ റവന്യൂനാശത്തിൻ്റെയും കൂടി കാര്യം കഴിഞ്ഞാൽ വളരെയേറെ ഞങ്ങൾ ഹാപ്പിയാണ്. ഒരു വർഷം നീണ്ട സമരത്തിന് ഏതാണ്ട് ഫലമുണ്ടായിരിക്കുന്നു അല്ലേ? സന്തോഷമായി തരണം. സന്തോഷമായി. ഇനിയിപ്പം ആശ്വാസമായി വീട്ടിൽ പോകും. സമാധാനമായി. ഒരു കൊല്ലമായി ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കിപ്പോൾ സന്തോഷം കേട്ടപ്പം ഞങ്ങൾക്ക് സന്തോഷമായി. ഒരു കൊല്ലമായി ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നടക്കുന്നത്. മുനമ്പം വേളാങ്കണ്ണി മത പള്ളിയുടെ പരിസരത്തായിരുന്നു ഈ സമരപ്പന്തൽ ഉയർന്നിരുന്നത്. അവിടുത്തെ സഹവികാരിയാണ് ഒപ്പമുള്ളത്. ഞാനൊരു 4 മാസമായിട്ടുള്ള വന്ന് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു സമരം അതിൻ്റെ ഉച്ചകോടിലെത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ വിധി വന്നിരിക്കുന്നത് നമ്മളുടെ സന്തോഷത്തെ വീണ്ടും കൂടുതലായിട്ട് ഊട്ടിയുറപ്പിക്കാനായിട്ടുള്ളതായിരുന്നു. അവരുടെ യാതനകൾക്ക് ഒരവസാനമായി ഈ ഒരു വിധി വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷവാന്മാരാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും ഇന്ത്യയിലെ ജനങ്ങൾ വരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ നീതി ഇവിടെ വിജയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊക്കെ തടസ്സപ്പെട്ടു നിൽക്കുകയായിരുന്നല്ല. ഇനി ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. പരിച്ചു പോകാൻ കടന്നുമ്പോൾ ഇത് കണ്ട് 1000 സന്തോഷം. നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറയണം. ചെയ്ത കോടതിക്കും നന്ദി പറയുന്നു. തങ്ങളുടെ റവന്യൂ ഭൂമിയിൽ സ്വന്തം പേരിൽ കരമടയ്ക്കാനാകും എന്നുള്ള ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ ആ ഒരു ആഹ്ലാദവും ആ ഒരു പ്രതീക്ഷയാണ് മുനമ്പം നിവാസികൾ പുലർത്തുന്നത്. ശരത് അമ്പാട്ടുകാവിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.